എന്റെ റൂമിലിരിക്കോ പി സി ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല നോക്കണം വയർ ഞാൻ അങ്ങനെ when you go to your house no ആ ഒരു rinse soap എടുത്ത് ആ put it in your PC wash it thoroughly with cold water ആ dry it for 2 days എല്ലാ വൈറസ് പോ സർ വെള്ളത്തിൽ മുക്കി കഴുകിയിട്ട് ഉണക്കാൻ വെക്കണം 2 ദിവസം പി സി എവിടെ ജോലി മൈക്രോസോഫ്റ്റിലല്ലേ അല്ലേ അതെ കസ്റ്റമർ സർവീസ് കസ്റ്റമർ സർവീസ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് കീപ് ഇറ്റ് അപ്പ് you have any problem you call me okay yeah sure blue കണ്ണിടകൾ ചിമ്മി ചിമ്മി സീതതു കിമ്പല്ലേ പാൻകുരുന്നു കളിക്കുന്ന കളി സാധനമാണ് മനസ്സിലായ അത്രയായിട്ട് വിചാരിച്ചാ മതി എടാ അവരെന്തി അകത്തോട്ട് കയറി വരാൻ പറയടാ ചോട്ട് ഇവിടെ ഉണ്ടോ നോക്കട്ടെ ഒരാവശ്യത്തിന് വിളിച്ച ഇവനെ കിട്ടൂല വാ ഒരു മാറ്റം കിട്ടും എനിക്ക് ഒരു 10 വർഷമായിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ മഴ നിർത്തു നീ അവന്റെ പുതിയ വെച്ചതാ പുതിയ വാഴ പുതിയ ചോട്ടുണ്ട് കോൾബിയ ചെറിയൊരു ഡീൽ ഉണ്ടായിരുന്നു ചോട്ടുമായിട്ട് റീസെന്റ് ഒരു മിനിറ്റ് ഇതാ വരുന്നേ hello ഹലോ sir യെസ് ബ്ലൂ namaste sir നമസ്തേ sir I got a missed call from your number. That's why I called you back yesterday. yes sir നിനക്ക് എന്താ അറിയോ I actually joined a new job okay Yeah, what job? Microsoft Office Microsoft Office. Okay. What job you are doing in Microsoft Office? ഞാൻ എല്ലാത്ത വൈറസ് ക്ലീൻ ചെയ്യാ എന്തിന്? വൈറസ് ക്ലീൻ സോൾവ് ചെയ്യാ വൈറസ്? നിന്റെ PC ಅಲ್ಲಿ വൈറസ് ഉണ്ടോ? എന്റെ PCയിൽ അള്ളി വൈറസ് ഒന്നും ഇല്ല. Sir, ഉണ്ടാ if you have it I'll help you. എന്റെ റൂമിലിരിക്കോ പി സി ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല നോക്കണം വയർ ഞാൻ അങ്ങനെ when you go to your house no ഒരു rinse soap എടുത്ത് put it in your PC wash it thoroughly with cold water dry it for 2 days എല്ലാ വൈറസ് പോ സർ വെള്ളത്തിൽ മുക്കി കഴുകിയിട്ട് ഉണക്കാൻ വെക്കണം 2 ദിവസം പി സി എവിടെ ജോലി മൈക്രോസോഫ്റ്റിലല്ലേ അല്ലേ അതെ കസ്റ്റമർ സർവീസ് വെരി ഗുഡ് കീപ് ഇറ്റ് അപ്പ് you have any problem you call me okay yeah sure blue okay sir okay ഓരോ ആൾക്കാർക്ക് ഈ വട്ടുള്ളവർക്ക് ഈ ഫോൺ കൊടുക്കരുത് അത് ഭയങ്കര പ്രശ്നമാണ് മനസ്സിലായ തിരക്കെ വന്ന് കാലുദ്യമത്തിന് നിന്റെ എക്സ് തന്നെ വിളിച്ചു കേട്ടാ എന്റെ ബ്ലൂ അവളേത് എനിക്ക് അറിഞ്ഞോലും കൂടെ എന്നത് പെട്ടെന്ന് അവർക്ക് എനിക്ക് തോന്നുന്നു ഗ്യാങ്സിലോട്ട് കേട്ടി തുടങ്ങിയ ഇപ്പൊ മൈക്രോസോഫ്റ്റിലാ വർക്ക് ചെയ്യുന്നത് അപ്പൊ PC ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ഈ ലാപ്ടോപ്പിനകത്ത് എന്തോ ഒരു വൈറസ് ഉണ്ട് അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ബ്ലൂ കൊണ്ട് വരാറുണ്ട് അല്ലല്ലോ വേറെ ആൾ വിളിക്കുന്നത് ഒരു മിനിറ്റ് ഹലോ എടാ നീ ഗ്യാങ് ഹൗസിലോട്ട് ഒന്ന് വന്നേ സരക്ക് വന്നിട്ടുണ്ട് സരക്ക് സരക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ബാബു നിന്നോട്? കണ്ടായിരുന്നു. എന്ന് കണ്ട്? അതെ ഡ്രസ് ഷോപ്പിൽ വെച്ച് കണ്ടായിരുന്നു. എന്നാ കണ്ടേ? ഞാൻ കുറച്ച് ദിവസമായല്ലേ? ഞാൻ ഫ്രണ്ടിലുണ്ട് ഗ്യാങ്സിന്റെ. ഇതിപ്പോ ഫ്രഷ് ആയിട്ട് ഇന്ന് വന്നതാ. അകത്തോട്ട് ഇരിക്കോട്ടെ? പിന്നെ ഞാൻ ഇവിടെ വാതക്കത്തിനുണ്ട്. ഞാൻ ഇത് വാ
ഇതെന്താ എക്സിക്യൂട്ടീവ് ഡ്രസ്സിലൊക്കെ? അതെ ഒരു 12:30 ആവുമ്പോഴേക്കും മിഡ്രിക്സിനെ മീറ്റ് ചെയ്യാൻ പോണം. ആര്യ? മിഡ്രിക്സ്. മിസ്റ്റർ എക്സിനെ? അതെ അതെ. ഓക്കെ. എന്തായാലും മിസ്റ്റർ എക്സിന്റെ ഒക്കെ എന്താ പരിപാടി? അതെ മറ്റേ ഫാമിലി ഫോം ആവണേ. ഓ ഓക്കെ. വലിയ ആളായി, ഫാമിലിയൊക്കെ ആയി. നമ്മളെയൊക്കെ അടിക്കാൻ വരുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിന്റെ ചേട്ടന് തന്നെ അങ്ങനെ ഒരു മോഹമുണ്ട്, പിന്നെ നിനക്കില്ലാതിരിക്കുവോ? അല്ല രക്തം അങ്ങനെ ആവുമ്പോ ചിലപ്പോ അങ്ങനെ ഉണ്ടോ അറിയത്തില്ല, ഇതുവരെ ഇല്ല എന്തായാലും. ഹലോ അണ്ണാ. പറയടാ. അണ്ണാ ആറാട്ടെണ്ണൻ എനിക്കും പറയാനുണ്ട്. എന്ത്? അല്ലണ്ണ ഇവനെ കണ്ടിട്ട് എനിക്ക് ഒരാളെ പോലെ തോന്നി. ആരെ പോലെ? ഇല്ല അണ്ണൻ പറഞ്ഞ ആളെ പോലെ തന്നെ അണ്ണ. അണ്ണ സത്യമാണ് എനിക്കും തോന്നിയാണ് ഇവൻ തന്നത് കള്ളൻ. ആരാട്ടനെ പോലെയാ? അല്ലല്ല. പിന്നെ മനസ്സിലായില്ല. ഗ്രൂപ്പിൽ എന്റെ സ്റ്റിക്കർ കണ്ടിട്ട് ഒരാളെ പോലെ പറഞ്ഞില്ലേ? അതെ. ഒരു മിനിറ്റ്. ഹലോ തന്നെ. ഹലോ, എന്ത് ഫോൺ വിളിച്ചിട്ട് ഏമ്പക്കത്തിന്റെ ശബ്ദം? എന്തോ കേട്ടില്ല. ക്രാറ്റോസാ? പറഞ്ഞോ ക്രാറ്റോസ്, എന്തു പറ്റി? ഞാൻ ചീറ്ററാണ്. ഓ, ഞാൻ പകുതിക്ക് വെച്ച് ഗോഡ് ഓഫ് വാർ നിർത്തിയോണ്ടാണോ? എന്നെ മിസ് ചെയ്തുണ്ടോ? ഞാൻ ഉടനെ തിരിച്ചു വരാം, ഉടനെ വരാം. ക്രാറ്റോസേ, സങ്കടപ്പെടല്ലേ? ഹലോ, ഞാൻ വരാം. ഞാൻ ഇന്ന് തന്നെ വന്ന് തീർക്കാം. അയ്യോ വിഷമിക്കില്ല, എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. എല്ലാത്തിനും പ്ലീസ് കം. പ്രതി ഇങ്ങോട്ട് മിസ് ചെയ്ത ക്രാറ്റോസിന്. മുഖം മറക്കാനല്ലേ ഷാള കിട്ടി നടക്കുന്നത്. ആൾക്കാര് പിടിക്കാണ്ടിരിക്കാതെ ഡബ്ല്യു ക്യാബി വന്ന്. ഹലോ, ബാബുന്റെ അനിയനല്ലേ? ഹലോ, എന്തോ സുഖാണ്. എന്തെടുക്കുക? ഞാൻ ഗ്യാങ് ഹൗസിൽ സരക്കിന്റെ ഒക്കെ കൂടെ നിക്കുന്നു. തിരക്കിലാണോ? സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ആണോ? ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ചുമ്മാ വിളിച്ച. ഓക്കെ. വിളിക്കണേ. കഴിച്ചായിരുന്നോ? കഴിച്ചോ കുട്ടി? കഴിച്ചോ? ഞാൻ കഴിച്ചു. ഹെൽത്ത് നോക്കൂട്ടോ. ഓക്കെ, ഷുവർ. ശരി, ഞാൻ നിങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ. ബൈ. ബൈ. സീ യു. ഓക്കെ, സീ. മിക്കറും രണ്ടുണ്ട് പകുതി ഇവിടെ. ബാബുവല്ല ചോട്ടു അടിച്ചു തിരികെ. എന്താണ് ചോട്ടിനെ നീ വഴക്ക് പറയണേ? അല്ല, ഇവനെന്തിനു പറ്റി ഇവിടെ കൊണ്ടുവന്നതിന്റെ റീസൺ തെറ്റി വല്ലതും ഉണ്ടോ? അല്ല, ഞാൻ ചുമ്മാ വിളിച്ചതേ ഉള്ളവനെ. ആണല്ലേ? ഇവൻ ബാബുവിനെ പോലെ ഇങ്ങനെ ഇതൊക്കെ അടിക്കോ? തഗ്ഗൊക്കെ അടിക്കോ? പിന്നെ ഭയങ്കര തഗ്ഗ. ആണോ? ഒരു തഗ്ഗ് അടിച്ചാണെന്ന് കേക്കട്ടെ. ഞാനൊന്നും പറയാ തന്നെ പന്നരാതെ, ഞാൻ അങ്ങനെ പറയുന്നില്ല. സത്യത്തിൽ ബാബു ആണ്. എനിക്ക് പലവട്ടം സംശയം തോന്നിയിട്ടുണ്ട്. അതായത് ഇവരുടെ ആരാ ഒന്ന് വാസണ്ണ അച്ഛനാ. അത് നമ്മൾ 4 ദിവസം ബാബുവിന്റെ വീട്ടില്, 2 ദിവസം പുള്ളിയെ മിസ്സിംഗ് ആവായിരുന്നു, 3 ദിവസം പുള്ളിയെ മിസ്സിംഗ് ആയിരുന്നു. 3 ദിവസമാണ് ചോട്ടിന്റെ വീട്ടിലുണ്ടായിരുന്നത്. 2 ദിവസം, 1 ദിവസം ആളില്ല. 1 ദിവസം ആളില്ല. 2 ദിവസമേ ഉള്ളൂ ബാബുവിന്റെ ഇവന്റെ വീട്ടില്, ചോട്ടിന്റെ വീട്ടില്. 1 ദിവസം ആൾ ഇപ്പോഴും എവിടാന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഒന്ന് ലോഡിങ്. അതെ, എവിടത്തോ ബാബുവിന്റെ അനിയൻ. ബാബുന് ഇത്ര വലിയ മോന എന്താടാ പറയുന്നത്? ബാബുവിന്റെ അനിയൻ. എടാ, അപ്പൊ നിനക്ക് അനിയത്തിയുള്ളവരൊന്നും പറഞ്ഞില്ലല്ലേ വീട്ടിൽ നിന്ന്? ഞാനൊരു ചേട്ടനുള്ള കാര്യം കുറച്ച് എന്റെ അറിയുന്നേ.
എടാ ബാബു ഉണ്ടെന്ന് നീ എപ്പോഴും അറിയണേ? എനിക്ക് തോന്നുന്നു ഞാനിട്ട് ഒരു 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് തോന്നുന്നു അറിയണേ. TGS സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടാ. മെയിൻ ആള് ഇപ്പൊ വരാറുണ്ട്. നമ്മളെ മെയിൻ ആള് വരത്തില്ലേ ഇപ്പൊ ഇങ്ങോട്ടൊന്നും? ജോക്കി ഇല്ലില്ല, പക്ഷെ എല്ലാ സിനിമാറ്റിക്സിലെല്ലാം ഉണ്ട്. കണ്ട് എടാ എത്ര മറ്റേ ആ ഒരു സീനിന് മറ്റേ മോട്ടിവേഷൻ കൊടുക്കുന്ന സീൻ. അതെ എല്ലാം. അത് മാത്രമല്ല എല്ലാത്തിലും ഉണ്ട് പുള്ളി. എല്ലാത്തിനും എല്ലാത്തിലും ഉണ്ട് പുള്ളി. ഇപ്പൊ കാശ് മൊത്തത്തിന് ഇറക്കുകയാണ്. സത്യം. All ladies and kids are warmly invited to party at എന്തൊരു സമയം. കള്ളനാ, എല്ലായിടത്തും കാണും. കൈ വീശി വന്നിട്ടുണ്ട് പിങ്ക് കൈയും കൊണ്ട്. ഐ മീൻ കൊച്ചു കള്ളൻ. എടാ അതെന്താ ഓൾ ലേഡീസ് ആൻഡ് കിഡ്സിന് മാത്രം പാർട്ടി? ഇല്ല, നമുക്ക് എൻട്രി ഉണ്ട്. 5 കോടി കൊടുക്കണം ഒരാൾക്ക്. ഒരാൾക്ക് 5 കോടിയോ? ആളുകൾക്ക് 5 കോടി. കോടി പോലും ഇല്ലടാ വീട്ടിനകത്ത് കേറി പറഞ്ഞ വിഗ് വെച്ച് കേറിയാലോ? ഒരു സാരി എടുത്ത് പോയാലോടാ? എനിക്ക് ശരിയല്ല അണ്ണാ കുർത്തുണ്ട്, സാരിയില്ല. പക്ഷെ സാരി ഇല്ലല്ലേ ഇവിടെ? വാസുവിനാണ് കുഴപ്പമില്ല, എടുത്താ മാത്രം. അതെന്തൊരു വർത്താനം. ചന്ദ്രനൊക്കെ നന്നായിട്ട് ചേരും. ചന്ദ്രനൊക്കെ നമ്മള് എപ്പോഴും കാണാറുള്ളതല്ലേ ആവേശത്തില്. പഠിക്കാം. എവന്റെ ചേട്ടൻ ബാബു ഇടക്കിടക്ക് ഇവിടെ മറ്റേ പില്ലറിന് താഴെ നിൽക്കാറുണ്ട് ഇടക്കിടക്ക് പലാട്ടോല്. ഇതിന്റെ ചേട്ടൻ ഉണ്ടല്ലോ അവ ഇടക്കിടക്ക് പോയി നിൽക്കാറുണ്ട് ഇങ്ങനെ ഇവിടെ പലാട്ടോല് പില്ലറിന്റെ അടിയില്. ഞാൻ അതുവഴിയൊക്കെ അതുവഴി ഇങ്ങനെ കാറിൽ പാസ് ചെയ്ത് പോകുമ്പോഴേ ഇങ്ങനെ കാണാറുണ്ട്. ചന്ദ്രൻ പീടി വണ്ടി ഒന്നും ഇപ്പൊ എടുത്തോണ്ട് വരാറുണ്ട്. അവിടെ നിനക്ക് ടൈമിംഗ് ഇല്ല ചോട്ട്, നിന്റെ ചേട്ടനെ പോലെ നിനക്ക് ടൈമിംഗ് ഇല്ല. അല്ലയാ ഇവിടെ പീടി വണ്ടി എടുത്താലേ ഇവിടെ ബാനാണ്. അപ്പൊ ഞാൻ പരിപാടി നിർത്തി. ഇയാളെ അപ്പുറത്തിരിക്കും സത്യം. കൊറേ നാളായിട്ട് ഇപ്പൊ ശല്യമില്ല. വണ്ടി ആ വണ്ടി കൊണ്ടുവന്നതിനകത്ത് ഇടുന്നതേ നേരത്തെ. അല്ല അതല്ല പ്രശ്നമല്ല. ഇൻ കേസ് ആരൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻ കേസ് അണ്ണ ബസന്റെ ബഹുമാനം കൊണ്ടല്ലേ എനിക്കായിരിക്കണം കേട്ടാ കഴിച്ചോണ്ടിരിക്കണേ. അയ്യോ അല്ല കുഴപ്പമില്ല ചന്ദ്ര, നീ എവിടെ ഇരുന്നോ? കുഴപ്പമില്ല. നീ ഇപ്പൊ വലിയ ആളല്ലടാ ചന്ദ്ര, നീ എവിടെ ഇരുന്നോ? സാറൊക്കെ അതായത് ഞാൻ എൻ കേസ് എന്തെങ്കിലും നമ്മൾ പി ഡി എടുക്കല്ല ചെയ്ത് കഴിഞ്ഞാൽ നാളെ പി ഡി ഡിപ്പാർട്ട്മെന്റ് ഫുൾ അങ്ങ് ലീവ് എടുക്കും. 2 ദിവസത്തേക്ക് പിന്നെ കളിക്കൂല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് അതുകൊണ്ട് പിന്നെ നമ്മൾ പീഡിയായിട്ട് സീന ഉണ്ടാക്കൂല. നമ്മൾ പീഡിയായിട്ട് സീന ഉണ്ടാക്കൂല. വീഡിയോ ചെയ്തിട്ട് കൂടുതൽ മൂഞ്ചല്ലേ നീയൊക്കെ? വീഡിയോ ഉണ്ടാക്കിയിട്ട് തൂറിയല്ലോടെ മക്കളെ. TG അടിച്ചു കേട്ടാ ടിഫോട്ടീസോന് കിട്ടിയേട്ടാ. എന്നാലും ബാൻ തരുമെന്ന്, അതാണ് പ്രശ്നം. ടിഫോട്ടീസോന് കിട്ടിയേട്ടാ അടി. ബാൻ ഇത് വാറാണോ പ്രീവാറാണോ? എടാ ഇത് വാറാണോ പ്രീവാറാണോടാ ഇത് ഇപ്പൊ നടക്കുന്നത്? നിങ്ങക്ക് കണ്ടു ഇത് നമുക്ക് തലവേദന. ഇത് 2 ദിവസം കഴിയുമ്പോ ഇനി നമ്മുടെ അടുത്തോട്ട് വരും. അപ്പൊ നമ്മുടെ മേത്തോട്ട് കയറാം. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇനി ഇല്ലല്ല, വരത്തില്ല. ഇപ്പോഴൊന്നും വരത്തില്ല. അതൊക്കെ വെറും തോന്നല സരക്കെ. എടാ അതൊക്കെ വെറും തോന്നല. ഇവന്മാര് 2 ദിവസത്തിനകത്ത് വരും. ഒരു അംശവും ഇല്ല. അങ്ങനെയാണ് ഇവര്. എത്ര പുഴിപ്പിച്ചാലും എത്ര പറഞ്ഞാലും അവർക്കൊരു 3 വട്ടം പുഴുത്തില്ലേ ഇപ്പൊ? ഇപ്പൊ നമ്മുടെ അടുത്ത് 3-4 വട്ടം എന്തോ പുഴുത്ത്. അതാണ് പിന്നെ വരൂല. കുറച്ചിപ്പോ കൊറേ വേറെ ആരെയൊക്കെ പുഴുത്തിട്ടുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ഇനി വരുള്ളൂ. ഇന്നലെ വന്ന ഓൾറെഡി. ഇന്നലെ വന്ന് ഇഗ്നോർ ചെയ്ത് വിട്ടതാ. അവന്മാര് വന്നില്ലെങ്കിൽ ഇവിടെ ഉള്ള മരിപ്പു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇവിടെ ഒരു ആവേശ് കുമാർ ഉണ്ട്. എന്താ ഇവിടെ ഉണ്ടാവും? ആളിവിടെ ഉണ്ടോ? ആവേശ് കുമാർ പോയല്ലേ? കണ്ടുപിടിച്ചു. എന്തിന് പള്ളി എടുത്തായിരുന്നു? എന്റെ അടുത്ത് ചന്ദ്രൻ പറഞ്ഞു ആവേശ് കുമാർ എന്നൊരു പുതിയ പേര്.
ചാർജ് കൊടുത്തു നമ്മള്. എന്തൊക്കെ പറയാനാണെന്ന് പറ. ഇന്നത്തെ പുതിയ പള്ളിയാണ് കേട്ടായിരുന്നാ? ഇല്ല. ആരൊക്കെ തമ്മില് അയ്യോ, യു ആർ നോട്ട് അലൗഡ് ടു ട്രിഗർ സിറ്റുവേഷൻ വിത്ത് സൈസ്. നമുക്കല്ല ജോക്കി എന്താ പറഞ്ഞ ചാറ്റില് കണ്ടില്ലല്ലോ. വന്നപ്പോ തന്നെ തെറിവിളിയായിരുന്നല്ലോ അന്ന്. ആരാണ്? അല്ല നമ്മൾ തമിഴ് ഞാൻ വന്നിറങ്ങിയപ്പോ വെച്ച് വിളിക്കുന്നു, കൊമ്പനെയൊക്കെ വെച്ച് വിളിക്കുന്നു. ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി. ഞാൻ കണ്ടത് വെച്ച് വിളിച്ചത് എന്താണെന്ന്. എന്തൊക്കെ ആൾക്കാർ പറയാനല്ലേ. അത് അറപ്പായിട്ട് കാണാൻ പറ്റത്തുണ്ടെങ്കിൽ ഞാൻ മാറി വിടുന്നത്. ഇതിന് പറ്റത്തില്ല. അവരുടെ യൂണിവേഴ്സ് അതാണ്. അവർക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയണം മാറി വരുമ്പോ, എന്നാലേ അവർക്കൊരു സുഖമുള്ളൂ. സത്യം. എടാ ഇത് നമുക്ക് വെള്ളോട്ട് പോവാം. ഇവിടെ നിന്നിട്ട് എനിക്കതൊരു എല്ലാം കൂടി കിട്ടാത്തൊരു ഫീൽ. വാ, ചന്ദ്ര കടന്ന് തിന്ന് മെഴുകിയിരിക്കുകയാണ്, വരുന്നില്ല. ഫുഡ് ഉണ്ടോടാ? എടാ SRK നേരെ നിക്കോണ. ചോട്ടൊന്നും മൈൻഡ് പോലും ചെയ്തില്ല കേട്ടോ. അവനൊക്കെ പോയി. അവൻ എന്തേ ഫുഡ് ഉണ്ടോന്ന് ചോദിച്ചില്ല നിന്നോട്? എന്റെ അടുത്ത് ഫുഡില്ല, എനിക്ക് പോലും ഇല്ല. വീട്ടിൽ പോയിട്ട് വേണം കഴിക്കാൻ. ബാബുടാ ഇത്. ഇത് ബാബു അല്ലെന്ന് ആര് പറയുന്നത്? ഇത് ബാബു. ഒരു ഫുഡൊന്നും കഴിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പോലെ രണ്ടെണ്ണം കഴിക്കണോ? രണ്ടെണ്ണം കഴിച്ചാലും ഫുള്ളാവുന്നില്ല. ബർഗർ കഴിച്ചാൽ ഫുള്ളാവും. ബർഗറും കോളയും കഴിച്ചാൽ ഫുള്ളാവും. ഇപ്പൊ ബർഗറിന്റെ വിലയുണ്ട് നൂഡിൽസിന്. കൗണ്ടർ ഇല്ലെന്ന്. എടാ അങ്ങനെ എല്ലാവർക്കും കൂടെ പറ്റൂടാ. അത് അവനെ കൊണ്ടേ പറ്റുള്ളൂ. അത് അവനെ കൊണ്ടേ പറ്റുള്ളൂ, വേറെ ആരെ കൊണ്ട് പറ്റില്ല. അത് ഒരു നൂഡിൽസ് കമ്പനിയാലും ഇപ്പൊ നല്ലൊരു പരിപാടി അതാണ്. എന്താടാ സ്വന്തമായിട്ടൊരു കണ്ടിയൊക്കെ മിസ്റ്റർ എക്സിന്റെ കയ്യിലായിരിക്കണല്ല. അതെല്ലാം ഇനി സെറ്റാക്കി കൊണ്ടുവരണം. ഓ, നിങ്ങൾക്ക് 5 ബാറ്ററി ഉണ്ടല്ലേ ഇവിടെ? ഹലോ, ബാബുവിന്റെ അനിയൻ ബുബു. ലൈവ് സ്ട്രീം ടിവി ചോട്ടു ബൈ. ഇവിടെ വേറെ ചോട്ടൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ, അവരൊക്കെ ഇടിച്ച് റെഡിയൊക്കെ. വേറെ ചോട്ടു ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വന്നപ്പോ ഞാൻ ഈ ചോട്ടു പള്ളിയിലുണ്ടാലോ നമ്മുടെ സ്ഥലവും കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് വെറുതെ. ചന്ദ്രു കണ്ണാപ്പി കൂടെ അകത്തേറ്റെന്ന് പറഞ്ഞു. ഹലോ സുഹൃത്തെ, ഹലോ ബ്രോ ഇത്ര ലൈവ് ഒന്ന് എന്തിയാണ്? സഹോദര, നമ്മളിവിടുത്തെ ഗാങ്സ്റ്റേഴ്സ് ആയതുകൊണ്ടേ നമ്മുടെ ഈ ലൈവിന്റെ അകത്തൂടെ നമ്മുടെ പൊസിഷൻസ്, നമ്മുടെ ലൂപ്പ് ഹോൾസ് ഒക്കെ ആൾക്കാർ മനസ്സിലാക്കിയ വീടിനകത്ത് കയറി വരൂലേ? ഇവനെന്തിന് ടോയ്ലറ്റിന്റെ ഉള്ളിൽ അത് കഴിയാൻ കൊണ്ട് നിർത്തിയേക്കോ. സ്ഥലം കൊടു ഇത്ര വലിയൊരു ഗ്യാങ് ഹൗസിൽ വന്നിട്ടാണ് നിന്റെ ഒരു വ്ളോഗ്. പുള്ളി ഷൗട്ടക്സിന് റാം കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. അത് ഇന്നത്തോടെ പോയി കേട്ടാ. പുള്ളി ഷൗട്ടക്സിന്റെ ഹീറ്ററായേ. കളിയാക്കിയപ്പം അവള് വിഷമിച്ചു ഇങ്ങനെ ദൂരെ ഇവിടെ പോയിട്ട് പിന്നെ മറ്റേ ഇവിടെ നമ്മുടെ KVL പൃഥ്വി വന്നിട്ട് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കരുത്. നിങ്ങൾക്ക് പരിപാടി ഉണ്ടോ? ഇന്ന് പരിപാടിയൊന്നുമില്ല ഇതൊക്കെ. ഞാൻ കുറച്ചു നേരത്തേക്കിന് വന്നതാ. ഞാൻ ഒത്തിരി നേരം ഉണ്ടാവില്ല. ഇന്ന് ഞാൻ ഷോർട്ട് സ്ട്രീം ആയിരുന്നു. ഷോർട്ട് തൽ. നമ്മളങ്ങോട്ട് ഇറങ്ങാം. നിങ്ങള് പരിപാടികൾ ഇറക്കട്ടെ. ഇല്ല പരിപാടിയൊന്നും ഇല്ല. എന്തിലോട്ട് പറഞ്ഞോ? പരിപാടിയൊന്നും ഇല്ല. അല്ല പരിപാടിയൊന്നുമല്ല. ഞാൻ ഇങ്ങനെ പറയരുത്, മനസ്സിലായല്ലേ? നമ്മള് കൊറേ നാളായില്ലേ. അപ്പം ഇങ്ങനെ സംസാരിക്കാതേക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ടേ ഭയങ്കര സ്റ്റക്കായി പോട്. പകുതി വഴിയില്ലേ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് സ്റ്റക്കായി പോട്. അതാണ് ഞാൻ ചോദിച്ചത്. സത്യം എന്താ അവിടെ ഇങ്ങനെ ഇത് പറയുമ്പം എന്തേലും അതാ അവരൊരു ഇത് വരത്തില്ല നമ്മുടെ തൊണ്ടയില്. അതാണ് അതല്ല
അണ്ണാ നമ്മളിങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്ന കുറച്ച് പേര് കുറെ നാള് മിണ്ടായിരുന്നു, പിന്നെ മിണ്ടി തുടങ്ങുമ്പോ സ്റ്റാർട്ടിങ് ട്രബിള് എടുത്തില്ലേ? അതുകൊണ്ട് ഇച്ചിരി അത് കുറെ നേരം ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നമുള്ളത്. അതെ അതെ അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി എങ്ങനെയും കറങ്ങാൻ പോവാ. അതൊക്കെ അതാണ് ചോദിച്ചത്. പരിപാടി വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ നമുക്ക് വണ്ടിയുടെ എങ്ങോട്ടേലും പോവാ. നമുക്ക് ഒരു പാർട്ടിക്ക് പോയാലോ? എന്തിനാ മറ്റേ ഗേൾസ് പാർട്ടി? 5 കോടി രൂപ വെച്ച് കൊടുക്കണം. 1, 2, 3, 4 നമ്മൾ എത്ര പേർക്ക് കയറണമെങ്കിൽ ഒരു മിനിമം ഒരു 100-150 കോടി കൊടുക്കണം. ഇല്ല ഒരു ജോലിയില്ല. അല്ല നമ്മുടെ പൈസ ഉണ്ട്. സാർക്ക് വിചാരിച്ച നടക്കണ്ട. ആ പരിപാടിക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അതിനകത്ത് കയറിയിട്ട് കൊച്ചു പിള്ളേരെ കൂടെ എന്ത് ചെയ്യാൻ നിനക്ക്? വേണമെങ്കിൽ നമുക്കൊരു പാർട്ടി വെച്ചാലേ. അതെ സെറ്റ് ആക്കാം. എല്ലാരും ഹലോ, പറടാ പറ. ഓക്കെ അല്ലേ? എല്ലാം സെറ്റ്. ഇല്ലല്ലേ? സ്ഥിരതയില്ലല്ലേ? ഇല്ല വാ, ഒരു സീനില്ല വാ. എന്തൊരു എന്തായാലും സുഖമായിട്ടുണ്ടാ? സത്യം പറ. ഇല്ലടാ, ശോകമല്ല, സന്തോഷം. ഇത്രേ ഉള്ളു, ശോകമൊന്നും ഇല്ല. എന്ത് ശോകം? ഒരു ശോകവും ഇല്ല. വാ എത്ര ഉള്ളു? മനസ്സിലൊന്നും വെക്കണ്ട. എല്ലാ കള ഹാപ്പി ആയിട്ടിരി. കൊമ്പൻ ഡൗൺ ആകുമ്പോ സന്തോഷമാണ്. ഒരു വണ്ടി എടുക്കും. അണ്ണാ ഇപ്പൊ വണ്ടി എല്ലാം 2 വണ്ടി ഇപ്പൊ മറ്റേ നമ്മളെ കയ്യിലുള്ള കസ്റ്റം വണ്ടി എല്ലാം കൊണ്ടുപോയി. കണ്ണാപ്പി ബാക്കിൽ ഇരിക്കാം. പിന്നെ കാണാം. ചോട്ട് പോയിട്ടോ. നീ ബാക്കിൽ വണ്ടി കയറി വാ. എടുത്തോ. അമ്മ കേറുന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ. അല്ല, അത് ഫയൽ റീഡ് ചെയ്യാൻ കൊടുത്തേക്കുവാണ്. ഇത് ആ ഇതിന് ബഗ്ഗുണ്ട്. അതിന്റെ ഡോറിന് എന്റെ മറ്റേ ഹർലിൽ ഒരു സൈഡ് കേറുമ്പോ ഓർമ്മയില്ലേ? മറ്റേ ആ സെയിം സാധനം. ഇങ്ങോട്ടാണ് പോണേ. ഇതെന്താണ് നിങ്ങള് പെണ്ണ് കാണാൻ വന്നവരോ? പിന്നെ നിന്നെ പോലെ അല്ലല്ലോ. നിനക്ക് ഇങ്ങനെ മറ്റേ നാണവാനോ ഇല്ല, ഒന്നുമില്ല, പ്രശ്നമില്ല. മറ്റേ അങ്ങനത്തെ നീ ടി ജിയിലുള്ളവരുടെ അടുത്ത് കണ്ടാലും ഇപ്പൊ അളിയാന്ന് വിളിക്കും. അവര് മറ്റേ ബക്രീനെ കൊണ്ട് മുതുക്കി വിട്ടിട്ട് പോയി. ബക്രീനെ കൊണ്ട് കളഞ്ഞിട്ട് പോയി. എന്നിട്ട് ഞാൻ സംസാരിക്കുന്നപ്പോഴത്തേക്കേ അവൻ എന്റെ തന്നിട്ട് അവരങ്ങ് പോയടാ ബക്രീനെ. ഇവനെ വെച്ചോന്ന് ജോസൂട്ടി വന്നിട്ട് ബക്രീനെ പണ്ട് ഓർമ്മ ചന്ദ്ര മറ്റേ അമ്മമാരുടെ സ്ഥിരം മറ്റേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മറ്റേ മാസ്ക് പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ട്. മറ്റേ ഇവിടെ ബക്രീ ഇത് ഒന്നുകൂടി പോകേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് ഹോസ്റ്റേജ് ആയിട്ട് ഒന്നുകൂടെ പോയിട്ട് ഇന്ന് ഈ T47 ആയിട്ട് സിറ്റുവേഷൻ ആയിപ്പോയി. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാന് സരക്കിനൊക്കെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയവന്മാരെ അവന്മാര് തിരക്കിയായിരുന്നു എന്റെ അടുത്ത്. ഞാൻ അല്ലെങ്കിൽ ഇന്ന് അവിടെ കൊണ്ട് നിർത്തിയത് അവന്മാര് T47 ആയിട്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തേനെ. ഡയലോഗ് പറഞ്ഞില്ലേ വാസണ്ണ വന്നൊരു ഡയലോഗ് പറഞ്ഞില്ലേ? നീ ഇവിടെ ഉള്ളവന്മാരെ അടിക്കത്തില്ല, ഇറങ്ങിപ്പോയവന്മാരെ അടിക്കത്തില്ലെന്ന്. അത് കഴിഞ്ഞ് ഡിയോസിനെ തല്ലു പിടിച്ചു. ഞാൻ കാണാറുണ്ടോ? ഞാൻ 2 ടർഫ് ഞാൻ കണ്ടായിരുന്നു. അതൊക്കെ കുഴപ്പമില്ല. വലിയ